നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ഏറെ കാലമായി സംഘർഷം കലുഷിതമാണ്. കാര്യങ്ങളൊക്കെ തന്നെ ഓരോ ദിവസം കഴിയുന്തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇസ്രായേലിന്റെ നീക്കങ്ങൾ മറ്റുള്ള ലോകരാജ്യങ്ങളെ കൂടി ഭയപ്പെടുത്തുകയാണ്. കാരണം ബന്ദികളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഇതുവരെയും ആയിട്ടില്ല. ചർച്ചകളൊക്കെ തന്നെ പരാജയമാകുന്നു. അതുകൊണ്ട് തന്നെ നടപടികൾ കടുപ്പിക്കുകയാണ് ഇസ്രായേലും പലസ്തീനും, അതുപോലെ ഇസ്രായേലും ലെബനാനും, ഇസ്രായേലും ഇറാനും, ഇസ്രായേലും സിറിയയും, ഇസ്രായേലും യമനും തമ്മിലുള്ള സംഘർഷമെല്ലാമാണ് ഇതിനൊരു കാരണം. മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന നീക്കമാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈജിപ്ത് സൈനികരുടെ വൻ പട അതിർത്തിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. 1979 ഇസ്രായേലുമായി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചാണ് ഈ നീക്കം നടത്തിയിരിക്കുന്നത്. ഇത്രയും ഗുരുതരമായ സാഹചര്യമായിരുന്നതിനാലാണ് സൈനിക നീക്കമെന്ന് ഈജിപ്തിലെ പ്രമുഖ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈജിപ്തിലെ സിനായ് മരുഭൂമിയിൽ നിന്ന് റാഫ അതിർത്തി വഴി എത്തുന്നത് ഗാസയിലേക്കാണ്. ഒരു ഭാഗത്ത് ഇസ്രായേൽ ഗാസയിൽ നടത്തുന്ന പുതിയ നീക്കമാണ് ഈജിപ്തിനെ ആശങ്കപ്പെടുത്തുന്നത്. തുടർന്നാണ് ഈജിപ്ഷ്യൻ സൈന്യം റാഫ അതിർത്തിയോട് ചേർന്ന മേഖലയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഗാസ സിറ്റി മുഴുവനായി പിടിച്ചെടുക്കാൻ 60,000-ഓളം വരുന്ന സൈനികരെയാണ് ഇസ്രായേൽ നീക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നീക്കങ്ങൾ ഈജിപ്തിനെയും ഭയപ്പെടുത്തുകയാണ്. ഇപ്പോൾ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈജിപ്ത് ഇത്തരത്തിലൊരു സൈനിക നീക്കം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഗാസ മുഴുവനായി അധിനിവേശം നടത്താൻ ഇസ്രായേൽ പദ്ധതിയിടുന്നുണ്ടെന്നുള്ള സൂചനകളാണ് തരുന്നത്. ഈ വേളയിൽ ഗാസയിലെ 20 ലക്ഷം പലസ്തീനുകാരെ ഈജിപ്തിലെ സിനായിലേക്ക് നിർബന്ധപൂർവ്വം ഒഴിപ്പിക്കാനാണ് ശ്രമം. ഇങ്ങനെ സംഭവിച്ചാൽ ചെറുക്കാനാണ് ഈജിപ്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമാണ് സൈനിക നീക്കമെന്ന് മിഡിൽ ഈസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. 40,000 ഈജിപ്ഷ്യൻ സൈനികരാണ് സിനായിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ നേരത്തെയുള്ള സൈനികർക്ക് പുറമെയാണിത്. 1979 സമാധാന കരാറിൽ പറയുന്നതിന് ഇരട്ടി സൈനികരെ ഈജിപ്ത് വിന്യസിച്ചിട്ടുണ്ട്. സമീപകാലത്ത് ഈജിപ്ഷ്യൻ സൈനികർക്ക് ലഭിക്കുന്ന സുപ്രധാന ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. അത്യാധുനിക സൈനിക ഉപകരണങ്ങളും അതിർത്തിയിൽ വിന്യസിച്ചു കഴിഞ്ഞു. സൈനിക സുപ്രീം കൗൺസിൽ, ദേശീയ സുരക്ഷാ കൗൺസിൽ എന്നിവയുടെ യോഗത്തിന് ശേഷമാണ് പ്രസിഡന്റ് സൈനിക നീക്കത്തിന് ഉത്തരവിട്ടത്. ഗാസയോട് ചേർന്ന സി സോണിൽ ഉൾപ്പെടെ നോർത്ത് സിനായിലെ എല്ലായിടത്തും ഈജിപ്ഷ്യൻ സൈനികർ തമ്പടിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് എന്ത് പ്രകോപനമുണ്ടായാലും ശക്തമായ തിരിച്ചടി നൽകാൻ ഇവർക്ക് നിർദ്ദേശം ലഭിച്ചു. ഇസ്രായേലുമായി ആദ്യം നയതന്ത്ര ബന്ധം സ്ഥാപിച്ച മുസ്ലിം രാജ്യമാണ് ഈജിപ്ത്. ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ബന്ധങ്ങളുണ്ട്. ഇസ്രായേലുമായി ഏറ്റവും വലിയ വാതക കരാർ ഒപ്പുവെച്ചതും ഈജിപ്താണ്. ഈജിപ്തും ഇസ്രായേലും സംഘർഷത്തിലേക്ക് എത്തുമ്പോൾ ആര് മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുമെന്ന ചോദ്യവും ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. അമേരിക്കയും സൗദി അറേബ്യയും ഖത്തറും ഇടപെട്ട് രംഗം ശാന്തമാക്കിയേക്കുമെന്നാണ് കരുതുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ ആര് പറയുന്നതും അനുസരിക്കുന്നില്ല. മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ തന്നെ അതുകൊണ്ടാണ് പരാജയപ്പെടുന്നത്. ഏതായാലും അയൽ രാജ്യങ്ങളും തയ്യാറായി കഴിഞ്ഞു. സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായിട്ടുള്ള സൈനിക നീക്കമാണ് ഇപ്പോൾ ഈജിപ്തും നടത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.